ഇസ്ഹാഖിന്റെ സന്തതികളിൽ നിന്ന് 70,000 ആളുകൾ ആ പട്ടണത്തോട് യുദ്ധം ചെയ്യാതെ അന്ത്യനാള് സംഭവിക്കുന്നതല്ല. ഇവിടെ ഇസ്ഹാഖിന്റെ സന്തതികൾ എന്ന ഹദീസിലുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് പറയാണ്, ഇവിടെ ഒരുപക്ഷെ ഹദീസ് ഉദ്ധരിച്ച റാവിക്ക് തെറ്റുപറ്റിയതാകാം. ഇവിടെ മിൻ ബനി ഇസ്മായിൽ എന്നാണ് ഒന്നുകൂടെ യോജിക്കുന്നത്. കാരണം ഇസ്മായിലിന്റെ സന്തതികളാണല്ലോ അറബികളെ ഉദ്ദേശിച്ചായിരിക്കാം ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഏതാണെങ്കിലും ഹദീസിൽ വന്നിട്ടുള്ളത് ഇസ്ഹാഖിന്റെ സന്തതികൾ എന്നാണ്. ശറഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഖാല ബഅദുഹും മിൻ ബനി ഇസ്മായിൽ ഹുമുൽ അറബ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇസ്മായിലിന്റെ സന്തതികളിൽ പെട്ടവരാണെന്ന് പറഞ്ഞതാണ്, അതാണ് അവിടെ ഉദ്ദേശം. പക്ഷേ റാവി പറഞ്ഞ സമയത്ത് ഉദ്ധരിച്ച സമയത്ത് തെറ്റുപറ്റിയതാകാം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ അവരാ 70,000 ആളുകൾ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തിട്ട് ആ പട്ടണത്തെ കീഴ്പ്പെടുത്തും. എങ്ങനെയാ യുദ്ധം ചെയ്യുക? വാളുകൊണ്ടോ അല്ലെങ്കിൽ ആയുധം കൊണ്ടോ ഒന്നുമല്ല. അല്ലാഹു റസൂൽ പറയാണ്, ഫഇദാ ജാഊഹാ നസലൂ. അങ്ങനെ ആ 70,000 മുസ്ലിമീങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരവിടെ ഇറങ്ങുന്നു. ഫലം യുഖാതിലൂ ബിസിലാഹിൻ, അവരായുധം കൊണ്ട് യുദ്ധം ചെയ്യുകയില്ല. വലം യറുമൂ ബിസഹ്മിൻ, അവരമ്പെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല. ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അവരവിടെ എത്തിയാൽ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ഈ പ്രകീർത്തനം അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇതങ്ങവരങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ ഫയസ്കുതു അഹദു ജാനിബൈഹാ അല്ലദീ ഫിൽ ബഹർ, സമുദ്രത്തിലുള്ള അതിന്റെ ഒരു ഭാഗം മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുന്നതാണ്. അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുക്കും. ഈ പ്രഖ്യാപനം അവിടെ വെച്ചങ്ങ് പ്രഖ്യാപിക്കുമ്പോ സമുദ്രത്തിലുള്ള അതിന്റെ ഒരു ഭാഗം മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുന്നതാണ്. സുമ്മയഖൂലു താനിയ, രണ്ടാമതാ മുസ്ലിമീങ്ങൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് മുസ്ലിമീങ്ങൾ പറയുമ്പോ ഫയസ്കുതു ജാനിബുൽ ആഖർ, മറ്റേ ഭാഗവും മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സുമ്മയഖൂലു സാലിസ, മൂന്നാമതായി അവര് വീണ്ടും പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഫയുഫരിജു ലഹും, അത് മുഴുവനും ആ പട്ടണം മുഴുവനും മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടും. ഫയദ്ഖുലൂനഹാ, അങ്ങനെ മുസ്ലിമീങ്ങൾ ആ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് ഫയഗ്നമു, അതിലെ ഗനീമത്ത് സ്വത്തെല്ലാം മുസ്ലിമീങ്ങൾ ശേഖരിക്കുമ്പോ, മുസ്ലിമീങ്ങൾ ഗനീമത്ത് സ്വത്തൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫബൈനമാഹും യഖ്സിമൂനൽ ഗനായിമ, കിട്ടിയ ഗനീമത്ത് സ്വത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു അത്ഭുത സംഭവം സംഭവിക്കുന്നു. ഖദ് അല്ലഖൂ സുയൂഫഹും ബിസൈതൂൻ, ഈ പോരാളികൾ അവരുടെ വാളുകളൊക്കെ അതാ സൈതൂൻ വൃക്ഷത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. കെട്ടിത്തൂക്കിക്കൊണ്ടാണ് അവർ ഈ സമ്പത്ത് ഇങ്ങനെ ശേഖരിച്ച് അതിങ്ങനെ വിഭജിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഹഫീഹിമുശൈത്വാൻ, ഒരു ശൈത്വാനതാ അവിടെ നിന്നതാ ഉറക്കെ അട്ടഹസിക്കുന്നു, വിളിച്ചു പറയുന്നു ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും. ആ മുസ്ലിമീങ്ങളോട് പറയാണ് മസീഹുദ്ദജാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇതും വിഭജിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണോ എന്നൊരു പിശാച്, ഒരു ശൈത്വാനങ്ങ് ഉറക്കെ അട്ടഹസിക്കുന്ന നേരത്ത് മുസ്ലിമീങ്ങൾ അവരുടെ കൈകളിലുള്ള മുഴുവൻ ഗനീമത്ത് സ്വത്തുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് അവരങ്ങ് പുറപ്പെട്ടു പോകുമ്പോ അവർക്ക് മനസ്സിലാകും വദാലിക ബാത്തിൽ, അതൊരു ശൈത്വാൻ വെറുതെ വിളിച്ചു പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലാകും. ഗനീമത്ത് സ്വത്ത് ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു പിശാച് എന്ത് ചെയ്യും, ഉറക്ക വിളിച്ചു പറയും ഒരു ശബ്ദം. അപ്പോ മുസ്ലിമീങ്ങളൊക്കെ ഗനീമത്തൊക്കെ ഇട്ടിട്ട് എന്തു ചെയ്യും, ഓടിപ്പോകും. പോകുമ്പോ സംഗതി മനസ്സിലാവും കള്ളനാണ്, അത് കളവ് പറഞ്ഞതാണ്. പക്ഷേ എന്നാലും അവരെന്തു ചെയ്യുന്നറിയോ, നോക്കൂ നിങ്ങൾ, അവരെന്തു ചെയ്യും, സൈന്യം അവർ ചെല്ലുന്നതിന് മുമ്പ്, അവർ മുഴുവൻ ആളുകളും ചെല്ലുന്നതിന് മുമ്പ് ഏതാണെങ്കിലും പോയി നോക്കാൻ വേണ്ടി 10 കുതിരപ്പടയാളികളെ അവർ നിശ്ചയിക്കും. മുസ്ലിം സൈന്യം 10 കുതിരപ്പടയാളികളെ എന്ത് ചെയ്യും, പറഞ്ഞേക്കും, എന്തായി എന്ന് ചെന്നു നോക്കാൻ വേണ്ടി. അങ്ങനെ റസൂലുള്ള പറയാണ് ഇന്നീ ലഅരിഫു അസ്മാഅഹും, ആ 10 കുതിരപ്പടയാളികളുടെ പേരുകൾ എനിക്കറിയാം.
ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നു, അക്കാലഘട്ടത്തിൽ 10 കുതിരപ്പടയാളികൾ മസീഹുദ് ദജ്ജാലിനെ ചെന്നു നോക്കാൻ വേണ്ടി പോകുകയില്ലേ? അവരുടെ നാമം എനിക്കറിയാം, വഅസ്മാ ആബാഇഹിം, അവരുടെ പിതാക്കളുടെ നാമം എനിക്കറിയാം, വഅൽവാന ഖുയൂലിഹിം, അവരുടെ കുതിരകളുടെ നിറം എനിക്കറിയാം. ഹും ഖൈറു ഫവാരിസ അലാ ലഹ്രിൽ അർളി യൗമഇദിൻ, അക്കാലഘട്ടത്തിലെ ഏറ്റവും നല്ല, ഭൂമിയുടെ മീതെ ഏറ്റവും നല്ല കുതിരപ്പടയാളികളായിരിക്കും അവർ. അവരെക്കുറിച്ച് എനിക്കറിയാം. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവരെക്കുറിച്ച് എനിക്കറിയാം, അവരെ നിറക്ക് എനിക്കറിയാം, കുതിരകളുടെ നിറമറിയാം, അവരുടെ പേരുകൾ അറിയാം, പിതാക്കളുടെ നാമങ്ങൾ അറിയാം. അങ്ങനെ ഫഇദാ ജാഉ ശാം, അവരങ്ങ് ഷാമിലെത്തിക്കഴിഞ്ഞാൽ ഖറജ, മസീഹുദ് ദജ്ജാൽ വന്നിട്ടുണ്ടാവും. ഈ 10 കുതിരപ്പടയാളികൾ ഷാമിലെത്തുമ്പോൾ മസീഹുദ് ദജ്ജാൽ വന്നിട്ടുണ്ടാകും. മുമ്പ് സൂചിപ്പിച്ചിരുന്നു മസീഹുദ് ദജ്ജാൽ എവിടുന്നാ വരിക എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഷാമിൽ, ആ കിഴക്കിന്റെ ഭാഗത്ത് നിന്ന് മസീഹുദ് ദജ്ജാൽ വരും. അവിടെ എത്തുമ്പോൾ മസീഹുദ് ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. സഹോദരന്മാരെ, മസീഹുദ് ദജ്ജാൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥകളെക്കുറിച്ച്, ഫിത്നകളെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഒരൊറ്റ സംഭവം കൂടെ സൂചിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മസീഹുദ് ദജ്ജാൽ വരുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം കൂടെ നടക്കാനുണ്ട്. അതെന്താണ്? വഇന്ന ഖബല ഖുറൂജിദ് ദജ്ജാലി 3 സനവാതിൻ ശിദാദിൻ, മസീഹുദ് ദജ്ജാൽ വരുന്നതിന് മുമ്പ് കടുത്ത ക്ഷാമമുള്ള 3 വർഷം കഴിഞ്ഞു പോകും. കടുത്ത ക്ഷാമമുള്ള 3 വർഷങ്ങൾ വരാനുണ്ട്. യുസീബുന്നാസ ഫീഹാ ജൂൻ, അന്ന് ജനങ്ങൾക്ക് അതികഠിനമായ വിശപ്പ് നേരിടും. 3 വർഷം ക്ഷാമമുള്ള വർഷമായിരിക്കും. അല്ലാഹ് എന്താ അവിടെ സംഭവിക്കുന്നത്? യഉമുറുല്ലാഹു സ്സമാഅ ഫിസ്സനത്തിൽ ഊലാ, 1ാമത്തെ വർഷത്തിൽ അല്ലാഹ് ആകാശത്തോട് കൽപ്പിക്കും, അൻ തഹ്ബിസ സുലുസ മതരിഹാ, അതിന്റെ മഴയുടെ 1/3 തടഞ്ഞു വെക്കാൻ. വയഉമുറുൽ അർള, ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസ നബാതിഹാ, അതിന്റെ 1/3 സസ്യലതാദികളെ മുളപ്പിക്കാതെ തടഞ്ഞു വെക്കാൻ അല്ലാഹു ഭൂമിയോട് കൽപ്പിക്കുമ്പോ അത് സംഭവിക്കുന്നു. 1/3 മഴ ആകാശം നിർത്തും, 1/3 ചെടികൾ എന്തു ചെയ്യും? ഭൂമിയും മുളപ്പിക്കൽ നിർത്തും. സുമ്മ യഉമുറുസ് സമാഅ ഫിസ്സാനിയ, 2ാമത്തെ വർഷത്തിൽ അല്ലാഹ് കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസൈ മതരിഹാ, ആകാശം 2/3 ഭാഗവും മഴ നിർത്തിവെക്കും. വയഉമുറുൽ അർള, ഭൂമിയോടല്ല കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസൈ നബാതിഹാ, 2/3 സസ്യലതാദികളും ഭൂമി മുളപ്പിക്കൽ നിർത്തും. സുമ്മ യഉമുറുല്ലാഹു സ്സമാഅ ഫിസ്സനത്തി الثالث, 3ാമത്തെ വർഷം അല്ലാഹു ആകാശത്തോട് കൽപ്പിക്കും, അപ്പോൾ ഫതഹ്ബിസു മതറഹാ കുല്ലഹു, മുഴുവൻ മഴയും അല്ലാഹു നിർത്തിവെക്കും, ആകാശം നിർത്തിവെക്കും. ഫലാ തഖ്തുറു ഖത്റ, ഒരു തുള്ളി പോലും ഭൂമിയിലേക്ക് ഊറ്റി വീഴുന്നതല്ല. വയഉമുറുൽ അർള, ഭൂമിയോടും അല്ലാഹു കൽപ്പിക്കുമ്പോൾ ഫതഹ്ബിസു നബാതഹാ കുല്ലഹു, ഭൂമിയുടെ മുഴുവൻ സസ്യലതാദികളെയും ഭൂമി നിർത്തും, മുളപ്പിക്കൽ നിർത്തും. ഫലാ തംബുതു ഖലറാ പച്ചയുള്ള ഒന്നും പിന്നെ ഭൂമിയുടെ മീതെ ഉണ്ടാകുന്നതല്ല. ആദ്യം 1/3 നിർത്തും, ആകാശവും ഭൂമിയും. പിന്നെ 2/3 നിർത്തും. പിന്നെ 3ാമത്തെ വർഷമാകുമ്പോ മുഴുവനും നിർത്തും. പിന്നെ ഒരു പച്ചപ്പും എവിടെ ഉണ്ടാവില്ല. അപ്പോ സഹാബിമാര് ചോദിക്കാണ്, റസൂലുള്ള പറഞ്ഞു, ഫലാ തബകാദാതു ദിൽഫിന്നില്ലാ ഹലകത്, ഭൂമിയുടെ മുകളിൽ കുളമ്പുള്ള ഒരൊറ്റ ജീവിയും ഇല്ലാ ഹലക്കത്ത്, അത് നശിച്ചിട്ടല്ലാതെ, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചതൊഴികെ ബാക്കി ഭൂമിക്കു മീതെയുള്ള മുഴുവനും നശിച്ചു പോകുന്നു. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുന്നു, ഫമാ യുഈശുന്നാസ ഫീ ദാലിക അസ്സമാൻ, ഓ നബിയേ, ഭൂമിയുടെ മുകളിൽ ഒരു പച്ചപ്പുമില്ലാത്ത കാലം വന്നാൽ, വെള്ളമില്ലാത്ത കാലം വന്നാൽ, ചെടികളില്ലാത്ത കാലം വന്നാൽ, ഭക്ഷണമില്ലാത്ത കാലം വന്നാൽ മനുഷ്യരെങ്ങനെയാണെന്ന് ജീവിക്കുക റസൂലേ? എങ്ങനെയാണ് മനുഷ്യർ അന്ന് ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖാല